മല്ലികാർജുൻ ഖാർഗെ ഒപ്പം പ്രധാനമായും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ മറ്റ് ആവേശം തന്നെയാണ്. മലബാറിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കോഴിക്കോടാണ്. ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും അല്പസമയത്തിനകം, കാരണം പാളയത്ത് ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു തിരക്ക്, ഗതാഗത കുരുക്ക് എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ ഗതാഗത കുരുക്ക് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്പം കഴിഞ്ഞ് ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. അത് ഒരു 4 മണിക്ക് ശേഷം 4:30 കൂടിയൊക്കെ ആയിരിക്കും. 5 മണിയോടുകൂടി മാത്രമേ ഇവിടെ സ്ഥാനാർത്ഥികളും മറ്റുള്ളവരും എത്തൂ എന്നുള്ള ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും 4:30 ശേഷമായിരിക്കും കൊട്ടിക്കലാശത്തിൻ്റെ അലയൊലികൾ പാളയം ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ഉണ്ടാവുക. എന്തായാലും കനത്ത ചൂട് ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതിനേക്കാൾ വെല്ലുന്ന ആവേശത്തോടുകൂടി ഈ കൊട്ടിക്കലാശത്തിന് അല്പസമയത്തിനകം ഈ പാളയം ബസ് സ്റ്റാൻഡ് പരിസരം സാക്ഷിയാകും. ഭദ്ര, തീർച്ചയായും റിയാസെ, ചൂടുണ്ട് എങ്കിൽ പോലും നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊന്നും ഒരു ചൂടല്ല, ചൂട് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി 2 മണിക്കൂർ കൂടിയുണ്ട് സ്ഥാനാർത്ഥികൾക്ക് ഈ ഒരു പ്രചാരണവുമായി രംഗത്ത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. റിയാസെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചോദിക്കട്ടെ. അതായത് അപ്പോൾ നമുക്കറിയാം, തുടക്കം മുതൽ വാദപ്രതിവാദങ്ങൾ തന്നെയാണല്ലോ ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും നടക്കുന്നത്. പ്രത്യേകിച്ചും വടകരയൊക്കെ നോക്കുകയാണെങ്കിൽ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ ശൈലജ ടീച്ചറും ഒക്കെയാണ് നോക്കുകയാണെങ്കിൽ പോലും ഇരുവരും കൊമ്പ് കോർക്കുന്ന സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ആ CAA പ്രശ്നമൊക്കെ വന്ന സമയത്ത് ഒരു ഭാഗത്ത് ഷാഫി പറമ്പിലിന്റെ നൈറ്റ് മാർച്ച് നടക്കുന്നു, മറ്റൊരു ഭാഗത്ത് ശൈലജ ടീച്ചറുടെ നൈറ്റ് മാർച്ച് നടക്കുന്നു. ഇത്തരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം, യൂത്തന്മാരെ ഇറക്കിക്കൊണ്ട് അല്ലെങ്കിൽ യുവാക്കളെ ഇറക്കിക്കൊണ്ട് UDF കളിക്കുമ്പോൾ അപ്പുറത്ത് ശൈലജ ടീച്ചർ ഒട്ടും പിന്നിലല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഇഞ്ചോടിഞ്ച് പ്രചാരണമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആ ഒരു ചൂട് ഇപ്പോഴും മുന്നണികളുടെ ഭാഗത്തു നിന്നും അണികളിലും ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കേണ്ടതില്ലേ? തീർച്ചയായും ഭദ്ര, കാരണം മറ്റൊന്നുമല്ല, ഈ വടകരയിലെ ഒരു പോരാട്ട രീതി നമുക്ക് ഒരുപക്ഷെ ഈ വള്ളം കളിയുടെയൊക്കെ കമൻട്രി പറയുന്നത് പോലെ പറയേണ്ട ഒരു ആവേശമാണ്. അതായത് ഒരു വള്ളപ്പാടകലെ ആര് മുന്നിൽ ആര് പിന്നിൽ എന്നറിയാതെയുള്ള കുതിപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് വടകരയിലെ ഒരു പോരാട്ടം. അത് അവിടെ തുടങ്ങുന്നത് ആദ്യം സ്ഥാനാർത്ഥിയായി വരുന്നത് ഇടത് സ്ഥാനാർത്ഥിയായിട്ടുള്ള മുൻ ആരോഗ്യമന്ത്രി കൂടിയായ KK ശൈലജ, മട്ടന്നൂർ MLA, അവരാണ് അവിടെ ആദ്യമായി ഇടത് സ്ഥാനാർത്ഥിയായ ഒരു സ്ഥാനാർത്ഥിത്വം വരുന്നത്. KK ശൈലജ ടീച്ചറുടേതായിരുന്നു. അല്പം കഴിഞ്ഞ് കെ മുരളീധരൻ സിറ്റിംഗ് MP അവിടെ സ്ഥാനാർത്ഥിയാകുമെന്നൊരു പ്രതീക്ഷ വന്ന് നിൽക്കുമ്പോഴാണ് കെ മുരളീധരൻ്റെ സഹോദരിയായ പത്മജ വേണുഗോപാൽ നേരെ BJP-യിലേക്ക് പോകുന്നത്. അതോടുകൂടി തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ നില ഒരു ആശങ്കയുണ്ടാകുന്നു. അത് മറികടക്കാൻ കോൺഗ്രസ് ഒരു തുറുപ്പുചീട്ടായി കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഒരു യുവരക്തം എന്ന രീതിയിൽ, യുവത്വത്തിൻ്റെ കരുത്ത് എന്ന രീതിയിൽ ഷാഫി പറമ്പിലിനെ, KK ശൈലജയെ പോലൊരു അതികായയായ ഒരു നേതാവിനെ നേരിടാനുള്ള കരുത്തുള്ള ഒരു നേതാവ് എന്ന രീതിയിൽ യുവത്വത്തിൻ്റെ കരുത്തുമായി ഷാഫി പറമ്പിലിനെ അവിടെ UDF കോൺഗ്രസ് ഇറക്കുന്നത്. അതോടുകൂടി കളം മാറുകയാണ്. ഷാഫി പറമ്പിലിൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് തന്നെ ആവേശകരമായ ഒരു എൻട്രി. അതോടുകൂടി ആ എൻട്രിയോടുകൂടി കളി മാറുന്നു, കഥ മാറുന്നു. ഇപ്പുറത്തും ആവേശം വർദ്ധിക്കുന്നു. LDF-ൻ്റെ ക്യാമ്പും ആവേശത്തോടുകൂടി ശൈലജ ടീച്ചർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായ പ്രചരണങ്ങൾ ആവിഷ്കരിക്കുന്നു. അതിനിടെ CAA സംബന്ധിച്ച വിഷയം ഉയർന്നു വരുന്നു. അതോടുകൂടി ഷാഫി പറമ്പിൽ ഒരു ഭാഗത്ത് നൈറ്റ് മാർച്ച് നടത്തുന്നു, മറുഭാഗത്ത് KK ശൈലജ ടീച്ചർ നൈറ്റ് മാർച്ച് നടത്തുന്നു. എല്ലാ പരിപാടികളിലും, ഇരുവരുടെയും പരിപാടികളിലെല്ലാം തന്നെ വലിയ ആൾക്കൂട്ടം, ആവേശത്തിമർപ്പ്, റോഡ് ഷോകൾ. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് ഇന്നലെ കൊയിലാണ്ടിയിൽ നടന്ന റോഡ് ഷോയിൽ വലിയൊരു ജനസഞ്ചയമാണ് പങ്കെടുത്തത്. തലശ്ശേരിയിൽ KK ശൈലജ ടീച്ചറുടെ റോഡ് ഷോയിൽ വലിയ ആൾക്കൂട്ടം പങ്കെടുക്കുന്നു. പ്രവർത്തകരെല്ലാം തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം, ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നു. സൈബർ ആക്രമണങ്ങൾ സംബന്ധിച്ച ആക്ഷേപം ഇടത് സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ തുടക്കത്തിൽ ഉന്നയിക്കുന്നു. അതിൻ്റെ പേരിൽ UDF-ൻ്റെ പ്രവർത്തകർക്കെതിരെ പരാതി നൽകുന്നു, കേസെടുക്കുന്നു. ഒപ്പം തന്നെ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം. പിന്നീട് ഈ അശ്ലീല വീഡിയോ സംബന്ധിച്ച പ്രചരണം വരുന്നു. അശ്ലീല വീഡിയോ എന്ന പരാമർശം തന്നിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്ന് ശൈലജ ടീച്ചർ അത് തിരുത്തിയതോടുകൂടി ഷാഫി പറമ്പിൽ വീണ്ടും ഒരിക്കൽ കൂടി ഷാഫി പറമ്പിലിന് ഒരു ആത്മവിശ്വാസം കൂടി കൈവരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഷാഫി പറമ്പിലിനെതിരെ ഉണ്ടായ സൈബർ ആക്രമണത്തെക്കുറിച്ച് ഷാഫി പറമ്പിലും തിരിച്ച് പരാതി നൽകുന്നു. അങ്ങനെ ഇന്നലെ ഒരു CPM പ്രവർത്തകനെതിരെ അതിനും കേസെടുക്കുന്നു. അങ്ങനെ ഒരു പരസ്പരം നിയമ പോരാട്ടം,
രാഷ്ട്രീയ പോരാട്ടം, സൈബർ പോരാട്ടം എല്ലാം കണ്ട മണ്ണാണ് വടകര. അതുകൊണ്ട് തന്നെ ഇത്തവണ ആര് വിജയിക്കുമെന്നറിയാത്ത ഒരു സാഹചര്യമാണ്. സിറ്റിംഗ് ആയിട്ട് UDF-ന്റെ കയ്യിലുള്ള മണ്ഡലം, പക്ഷേ വടകര നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കെടുക്കുമ്പോൾ പൂർണ്ണമായും ഇടതുപക്ഷ ആധിപത്യമുള്ള മണ്ഡലം. അവിടെ ആരായിരിക്കും വിജയിക്കുക എന്നറിയാത്ത വിധത്തിലുള്ള സൈബർ രംഗത്തും പുറത്തുമൊക്കെയുള്ള ആവേശം തിളങ്ങുന്ന ഒരു മണ്ഡലമായി വടകര മാറുമ്പോൾ ഇന്ന് കൊട്ടിക്കലാശം തലശ്ശേരിയിൽ ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കുക അതിൻ്റെ ഒരു പൂരമായിരിക്കും. പൂരങ്ങളുടെ പൂരമായിട്ട് തലശ്ശേരിയിലെ കൊട്ടിക്കലാശം മാറും എന്നുള്ളത് ഉറപ്പാണ്. അതാണ് വടകര കാണിച്ചു തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് മുന്നണികളിൽ നിന്നും ഒട്ടും ഒരു ബാധ്യത ഷാഫി പറമ്പിലിനെയൊക്കെ പറയുമ്പോഴും മറ്റൊരു ഭാഗത്ത് പ്രഫുൽ കൃഷ്ണ എന്ന് പറയുന്ന ഒരു യുവാവ് കൂടി നിൽക്കുന്നുണ്ട്. യുവത്വത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെയാണ് NDA പ്രഫുൽ കൃഷ്ണയെയും ഇറക്കിയിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ തവണത്തെ ഇലക്ഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ആവേശത്തോടു കൂടിയാണ് NDA മുന്നണിയും അണികളും ഒക്കെ തന്നെ മുന്നോട്ട് വരുന്നത്. റിയാസെ, തീർച്ചയായും ഭദ്ര, കാരണം അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം ഈ രണ്ട് മുന്നണികൾ LDF-ഉം UDF-ഉം തമ്മിൽ പരസ്പരം അത് രാഷ്ട്രീയപരമായും അല്ലാതെയും സൈബർ ഇടത്തിലും നിയമപരമായും ഏറ്റുമുട്ടുമ്പോൾ അവിടെ NDA-ക്കും അവരുടെ ഒരു ശക്തി തെളിയിക്കേണ്ടുന്ന ഒരു ബാധ്യത വരുന്നു. അങ്ങനെ അവർ അതിൻ്റെ ഒരു പോരാട്ടം നടത്തുന്നു. അവരെ സംബന്ധിച്ച് നല്ല സ്ഥാനാർത്ഥി തന്നെയാണ്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാണ് CR പ്രഫുൽ കൃഷ്ണൻ. ചാനൽ ചർച്ചകളിലൂടെ എല്ലാവർക്കും പരിചിതമായ ഒരു മുഖമാണ്. എങ്കിലും NDA സംബന്ധിച്ച് വലിയ വോട്ട് വിഹിതമൊന്നുമുള്ള മണ്ഡലമല്ല വടകര. അതുകൊണ്ട് തന്നെ NDA ലക്ഷ്യമിടുന്നത് വിജയം എന്നതിനേക്കാൾ അപ്പുറം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക, വടകരയിലെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. തുടക്കത്തിൽ വിവിധ വിഷയങ്ങൾ മാറി മറിഞ്ഞ ഒരു മണ്ഡലം കൂടിയാണ് ഈ വടകര എന്ന് പറയുന്നത്. തുടക്കത്തിൽ CAA വിഷയം വരുന്നു, അതിനിടയിലുള്ള TP കേസുമായി ബന്ധപ്പെട്ട കോടതി വിധി അവിടെ ചർച്ചയാകുന്നു. എന്തായാലും കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വടകര കേന്ദ്രീകരിച്ച് ഇപ്പോൾ ശൈല ടീച്ചറുടെ ആ ഒരു വാഹനം കടന്നു പോകുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് വീണ്ടും തിരിച്ചു വരേണ്ടതുണ്ട്. ഇനി വെറും മണിക്കൂർ